അടുത്തത് നോക്കാൻ പോകുന്നത് റെയ്മൻ കാറ്റലിൻ്റെ ട്രേറ്റ് അപ്രോച്ചാണ്. റെയ്മൻ കാറ്റലിനെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ പാറ്റേൺ ഓഫ് ട്രേറ്റ് പ്രൊവൈഡിങ് ദി കീ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രെഡിക്റ്റ് എ പേഴ്സൺസ് ബിഹേവിയർ. പേഴ്സണാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ബിഹേവിയർ മനസ്സിലാക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കുന്നു. പേഴ്സണാലിറ്റി ഇനി അടുത്ത ട്രേറ്റിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി പെർമനൻ്റ് ആൻഡ് ബ്രോഡ് റിയാക്ഷൻ ടെൻഡൻസിയാണ്. അതായത് ഒന്നുകൂടെ പറയാം, ട്രേറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയിലെ റിലേറ്റീവ്ലി പെർമനൻ്റ് ആൻഡ് ബ്രോഡ് റിയാക്ഷൻ ടെൻഡൻസിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റിലേറ്റീവ്ലി പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മാറ്റമില്ലാത്തത് എന്ന അർത്ഥമില്ല, മാറും, പക്ഷേ കുറേയധികം കാലത്തേക്ക് അത് പെർമനൻ്റായിട്ട് നിലനിൽക്കുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇൻട്രോവേർട്ടായിട്ടൊരാൾ അയാൾ കുറേ നാളത്തേക്ക് ആ ഇൻട്രോവേർട്ടായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. പല കാര്യങ്ങളും നമുക്കിത് കാണാനും പറ്റും അയാളുടെ. എന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ശ്രമിച്ചാൽ ആ ഇൻട്രോവേർട്ടായിട്ടുള്ള സ്വഭാവം മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പം ഇതിനൊരു ഉദാഹരണമാണ്, ഇപ്പം റിലേറ്റീവ്ലി പെർമനൻ്റ് എന്നതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഇൻട്രോവേർട്ട് എന്ന് മനസ്സിലാക്കാം. ഇനിയാണ് ബ്രോഡ് റിയാക്ഷൻ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിൽ അദ്ദേഹം ഈ ഒരു ട്രേറ്റിനനുസരിച്ചായിരിക്കും പെരുമാറുന്നത്. ഇപ്പം ഇമോഷണലി സ്റ്റേബിളായിട്ടുള്ള ആൾ, അങ്ങനെ സ്റ്റേബിളായിട്ടുള്ള ആൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയോ ദേഷ്യപ്പെടുകയോ കരയുകയോ വിഷമിക്കുകയോ ഇമോഷണലി ഓവർവെൽമിംഗ് ആയിട്ട് പെരുമാറുകയോ അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ഏതൊരു സിറ്റുവേഷനും അയാൾ കുറച്ചുകൂടി കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കും നിന്ന് കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന കാണാനും പറ്റും. അതാണ് നമുക്ക് പല മേഖലയിൽ അയാളുടെ ഈ ട്രേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ ആൾപോട്ട് പറയുന്ന പോലെ തന്നെ ഒരു പേഴ്സണാലിറ്റിയുടെ ബിൽഡ് ബ്ലോക്സ് ആയിട്ടാണ് അദ്ദേഹം ട്രേറ്റിനെ കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ട്രേറ്റിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, 3 സെറ്റായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സെറ്റിനകത്ത് പറയുന്നത് സർഫസ് ട്രേറ്റ് ആൻഡ് സോഴ്സ് ട്രേറ്റ്സ്. രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എൻവയോൺമെൻറ്റൽ മോൾഡ് ട്രേറ്റ്സ്. 3 എബിലിറ്റി, ടെമ്പറമെൻറ്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ്. ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. സർഫസ് ട്രേറ്റ് ആൻഡ് സോഴ്സ് ട്രേറ്റ്. ആദ്യത്തെ സർഫസ് ട്രേറ്റ്സ് നോക്കാം. സർഫസ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണാലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആൾപോട്ടിൻ്റെ തിയറിക്കകത്ത് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ട്രേറ്റ് ഉണ്ട്. ഈ സെൻട്രൽ ട്രേറ്റിനെ തന്നെയാണ് കാറ്റൽ സർഫസ് ട്രേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ കൈൻഡ്നെസ്, ഹോണസ്റ്റി, ഹെൽപ്ഫുൾനെസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അതായത് നമ്മുടെ ഒരാളുടെ പെരുമാറ്റം ഒബ്സർവ് ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇന്നയാൾ ഇന്ന ട്രേറ്റ് അല്ലെങ്കിൽ ഇന്ന സ്വഭാവമുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കൈൻഡായിട്ടുള്ള ഒരാൾ, അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക? ബാക്കിയുള്ളവരെ സഹായിക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അയാൾക്ക് തന്നെ സങ്കടം തോന്നുകയും മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുകയും ഒരു അനുകമ്പയും ഒക്കെ ഉള്ള ആളായിരിക്കും. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയും അയാളൊരു കൈൻഡായിട്ടുള്ള ഒരാളാണ് എന്ന് പറയും. അപ്പം നമുക്ക് അയാളുടെ ബിഹേവിയർ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അയാൾ ഇങ്ങനെയൊരു ട്രീറ്റുള്ള ആളാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒബ്സർവബിൾ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിനെ നമുക്ക് ക്വസ്റ്റ്യനെയർ വഴിയും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് നമുക്ക് ഇതിനെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. കാറ്റലും അങ്ങനെയാണ് ഈ ഒരു ട്രേറ്റിനെ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സോഴ്സ് ട്രേറ്റ്? സോഴ്സ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പല സർഫസ് ട്രേറ്റുകളും കൂടിച്ചേർന്നുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഈ സർഫസ് ട്രേറ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ട്രേറ്റിനെയാണ് സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസ് ഒരു സോഴ്സ് ട്രേറ്റ് ആണ്. അപ്പോൾ ഇൻ്റലിജൻസ് സോഴ്സ് ട്രേറ്റായിട്ട് നിൽക്കുമ്പോൾ പല സർഫസ് ട്രേറ്റുകളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സർഫസ് ട്രേറ്റുകളും ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഈ സോഴ്സ് ട്രേറ്റുകളാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഇനി ഈ ട്രേറ്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ
നമുക്കെല്ലാവർക്കും ഈ സർഫസ് ട്രേറ്റും സോഴ്സ് ട്രേറ്റും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം തന്നെ എല്ലാവരിലും ഒരേ അളവിലല്ല ഉണ്ടാകുക. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ട്രേറ്റും വ്യത്യസ്ത അളവിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ എല്ലാവരുടെയും പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആകുന്നത് ഇതുകൊണ്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിലൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിലൂടെ എന്താണ് കണ്ടുപിടിച്ചത്, 23 സോഴ്സ് ട്രേറ്റുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിനകത്ത് 16 എണ്ണത്തെ വെച്ചുകൊണ്ട് 16 പേഴ്സണാലിറ്റി PF എന്ന് പറയുന്നൊരു ടെസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന് പുറമെ അദ്ദേഹം ഒരു 7 ഫാക്ടേഴ്സും കൂടെ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം നോർമലായിട്ടുള്ള പീപ്പിൾസിനെ സ്റ്റഡി ചെയ്തു, അതുപോലെ തന്നെ അബ്നോർമലായിട്ടുള്ള ബിഹേവിയറും അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, 12 സൈക്കോ പതോളജിക്കൽ ട്രേറ്റും കൂടി അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ വെച്ചുകൊണ്ട് അദ്ദേഹം വേറൊരു ക്വസ്റ്റ്യനെയർ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ക്ലിനിക്കൽ അനാലിസിസ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർഫസ് ട്രേറ്റിനെയും സോഴ്സ് ട്രേറ്റിനെയും സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ട്രേറ്റ്സ്. നമ്മളിലെല്ലാവരിലും പലതരത്തിലുള്ള ട്രേറ്റുകളുണ്ട്. ഈ ട്രേറ്റുകൾ ഉണ്ടായി വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ അത് എൻവയോൺമെൻറ്റൽ റീസൺ ആവാം, അല്ലെങ്കിൽ അത് ബയോളജിക്കലാവാം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ട്രേറ്റുകളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കലി ആയിട്ട് ഇൻഹെറൻ്റ് ആയിട്ട് ഉണ്ടായി വരുന്ന ട്രേറ്റുകളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റുകൾ എന്ന് പറയുന്നത്. അതല്ല എൻവയോൺമെൻറ്റലിൻ്റെ ഇടപെടൽ മൂലം എക്സ്പീരിയൻസിലൂടെ ഉണ്ടായി വരുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എൻവയോൺമെൻറ്റൽ മോൾഡ് ട്രേറ്റ് എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. എല്ലാ ട്രേറ്റുകളും ഐദർ എൻവയോൺമെൻറ്റൽ മോൾഡാണോ അല്ലെങ്കിൽ ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആണോ എന്ന് ഒരു സംശയം വരാം. പക്ഷേ എന്നാൽ മജോറിറ്റി ഓഫ് ട്രേറ്റുകൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലിയും എൻവയോൺമെൻറ്റലിയുമാണ് ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും റീസൺ ഉണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തിയറിയിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് മൂന്നാമത്തെ ട്രേറ്റുകളാണ് എബിലിറ്റി, ടെമ്പറമെൻറ്റ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ്. ഒന്നാമത്തെ നോക്കാം, എബിലിറ്റി ട്രേറ്റ്സ്. എബിലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ സ്കില്ലോ കോമ്പിറ്റൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകും, ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സ്കില്ലോ കോമ്പിറ്റൻസിയെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ട്രേറ്റുകളെയാണ് എബിലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, അനലിറ്റിക്കൽ സ്കില്ല്, വെർബൽ ഫ്ലുവൻസി, ഇതൊക്കെ തന്നെ ഒരു എബിലിറ്റി ട്രേറ്റ്സിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്താണ് ടെമ്പറമെൻറ്റ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈലിസ്റ്റിക് ടെൻഡൻസിയാണ്. ഒരാളുടെ ഒരു സ്റ്റൈലിസ്റ്റിക് ടെൻഡൻസിനെയാണ് നമ്മൾ ടെമ്പറമെൻറ്റ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ചില ഗോളുകളുണ്ട്. ആ ഗോളുകൾ നേടിയെടുക്കാനുള്ള നമ്മുടെ സ്കിൽസിനെ നമ്മൾ എബിലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നു. ഇനി നമ്മൾ എങ്ങനെയാണോ നേടിയെടുക്കുന്നത് ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിനെയാണ് നമ്മൾ ടെമ്പറമെൻറ്റ് ട്രേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ഭയങ്കര ഇറിറ്റേറ്റബിളായിട്ട് ഭയങ്കര അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ചായിരിക്കും അത് ചെയ്യുന്നത്. ചില ആൾക്കാർ ഗോളുണ്ടാകും, പക്ഷേ വളരെ ഈസി ഗോയിങ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ചില ആൾക്കാർ ചിലപ്പം മൂടി ആയിരിക്കും, പെട്ടെന്ന് അയാളുടെ മൂഡ് മാറും, ചിലപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് പഠിക്കും, ചിലപ്പം ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും അയാൾ ഗോൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് അച്ചീവിങ് ദി ഗോൾ, അതിനെയാണ് നമ്മൾ ടെമ്പറമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനത്തെയാണ് ഡൈനാമിക് ട്രേറ്റ് എന്ന് പറയുന്നത്. ഡൈനാമിക് ട്രേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഗോളുണ്ട്, അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് സ്കില്ല് വേണം. നമ്മൾ ആ അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഒപ്പം നമുക്ക് എന്ത് വേണം, നമ്മുടെ മോട്ടിവേഷനും നമുക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റും ഉണ്ടാവണം. ആ മോട്ടിവേഷനെയും ഇൻട്രസ്റ്റിനെയും പറയുന്ന പേരാണ് ഡൈനാമിക് ട്രേറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾ പവർ സീക്കിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അയാളുടെ മോട്ടിവേഷൻ പവറാണ് ബിഹൈൻഡ് എനി ആക്ഷൻ. അപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജോലി കിട്ടുന്നു, നല്ലൊരു സ്ഥാപനം തുടങ്ങുന്നു, അതൊക്കെ കിട്ടുന്നത് പവറിന് വേണ്ടിയായിരിക്കും. അയാൾ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇടപെടുന്നു, അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പവറായിരിക്കും. ആ പവറാണ് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേറ്റിനെയാണ് നമ്മൾ ഡൈനാമിക് ട്രേറ്റ് എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഈ ഡൈനാമിക് ട്രേറ്റിനെ തന്നെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്.
1 ആറ്റിറ്റ്യൂഡ്സ്, 2 എർഗ്സ്, 3 സെൻറ്റിമെൻറ്റ്സ്. ഇനി അടുത്ത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ട്രേറ്റാണ്, അതോടൊപ്പം തന്നെ സർഫസ് ആയിട്ടുള്ള ട്രേറ്റാണ്. ഡൈനാമിക്കാണ്, സർഫസാണ്. സർഫസ് എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ ബിഹേവിയർ വഴി ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം കൂടെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റിസ്ക് അവേർഷൻ എന്ന് പറയുന്നത്, അതായത് ഒരാൾ പവർ സീക്കിംഗ് ആണെന്ന് വിചാരിക്കുക, പക്ഷേ അയാൾ ഒട്ടുമേ റിസ്ക് എടുക്കത്തില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾ അങ്ങനെയുള്ള റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുതിരത്തില്ല. അങ്ങനെ മുതിരാതെ തന്നെ അയാൾ പവർ അറ്റൈൻ ചെയ്യാനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അയാളുടെ ആറ്റിറ്റ്യൂഡായിട്ട് വരുന്നത്. ആ റിസ്ക് അവേർഷനാണ് അയാളുടെ ആറ്റിറ്റ്യൂഡായിട്ട് വരുന്നത്. ഇനി അടുത്താണ് എർഗ്സ് എന്ന് പറയുന്നത്. എർഗ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡൈനാമിക് സോഴ്സ് ട്രേറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ബയോളജിക്കലാണ്, ഡൈനാമിക് സോഴ്സ് ട്രേറ്റും കൂടെ ആണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്ന് പറയുമ്പോൾ സെക്സ്, ഹങ്കർ, ക്യൂരിയോസിറ്റി, എസ്കേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. ഈ എർഗ്സ് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റീവ്ലി ഡിറ്റർമൈൻഡ് ആണ്, പക്ഷേ എന്ത് ചെയ്യും? നമ്മുടെ ബിഹേവിയർ വെച്ച് അത് മോഡിഫയബിൾ കൂടെ ആണ്. അപ്പം അങ്ങനെയുള്ള ട്രേറ്റുകളെയാണ് നമ്മൾ എർഗ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നേറ്റീവ്ലി കിട്ടുന്നതാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണലാണ്. പക്ഷേ എന്നാൽ നമുക്ക് അത് എൻവയറമെൻ്റലി മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ അത് പ്രകടിപ്പിക്കുന്നു, അത് ഏത് രീതിയിൽ പ്രകടിപ്പിക്കുന്നു, ഇതൊക്കെ തന്നെ നമ്മുടെ കൾച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്താണ് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത്. സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻവയറമെൻ്റലി മോൾഡാണ്, ഡൈനാമിക് സോഴ്സ് ട്രേറ്റും കൂടിയാണ്. അതായത് എൻവയറമെൻ്റലി മോൾഡാണ്, ഡൈനാമിക് സോഴ്സ് ട്രേറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാട്രിയോട്ടിസം, റിലീജിയസ് ഡിവോഷൻ, സോഷ്യൽ ജസ്റ്റിസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എൻവയറമെൻറ്റിൽ നിന്നാണ് അതുണ്ടായി വരുന്നത്. മാത്രം എന്താണ്, അത് പല കാര്യങ്ങളിലും ഒരു സോഴ്സ് ട്രേറ്റ് ആയിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാറ്റലിൻ്റെ ട്രേറ്റ് അപ്രോച്ചിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ഐസെങ്ങിൻ്റെ ടൈപ്പ് ട്രേറ്റ് ഹയറാർക്കിയാണ്.